ഇതുപോലെ നമ്മൾ ഒരു ക്രോസ് സ്ട്രിപ്പാണ് ഇനി എടുക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കളർ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ നന്നായിട്ട് നമുക്ക് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് നല്ല വശത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു 1.25-2 ഇഞ്ചോളം ഈ ക്രോസ് സ്ട്രിപ്പിന് വിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ വീതിയെ നമ്മൾ എത്രയാണോ വീതി കൊടുക്കുന്നത് ആ വീതി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നിടം മുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീരുന്നിടം വരെ കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ അകത്തേക്കിങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ വലിച്ച് നല്ല കറക്റ്റായിട്ട് എങ്ങനെയാണോ നമുക്കതിൻ്റെ ഷേപ്പ് കിട്ടുന്നത് അതേപോലെ നല്ല രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡുകളിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഓരോ കുറേശ്ശെ അല്പം എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താണ് നമ്മൾ ഈ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേ ഇത് നല്ല നീറ്റായിട്ട് ആയിരിക്കണം, ഒരേ വിഡ്ത്ത് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ പൈപ്പിങ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല വൃത്തിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാലൻസ് കുറച്ചേറെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാലൻസ് ഉള്ളതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇവിടെ ഇങ്ങനെ കിട്ടുകയും ചെയ്തോളൂ.